എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു വഴിയും കുറേ നിഴലുകളും എന്ന മാസ്മരികമായൊരു കഥയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ മണിക്കുട്ടി കൊച്ചച്ഛനോടൊപ്പം അപ്പേട്ടനോടൊപ്പം ആദ്യമായി ഉത്സവം കണ്ടു. ആദ്യമായി അവൾ സ്വാതന്ത്ര്യം എന്തെന്നറിഞ്ഞു. ആദ്യമായി അവൾ സ്നേഹം എന്തെന്ന് അറിയുന്നു. നമുക്ക് അടുത്ത ലക്കത്തിലേക്ക് കടക്കാം. അതിൽ പിന്നെയാണ് അവളും അപ്പേട്ടനും പതിവായി ഒന്നിച്ച് സ്കൂളിലേക്ക് പോക്ക് തുടങ്ങിയത്. അവൾ തയ്യാറായി ചെല്ലുന്നത് വരെ ഏട്ടൻ വേലിക്കപ്പുറത്ത് കാത്തു നിൽക്കും. അവളെ കൂടാതെ ഒരു ദിവസവും പോവില്ല. വൈകുന്നേരം വരുമ്പോഴും അവൾക്ക് വേണ്ടി നിൽക്കും. വേലിക്കപ്പുറത്ത് നിൽക്കുകയല്ലാതെ ഒരിക്കലും വീട്ടിലേക്ക് വരാറില്ല. കൊച്ചച്ഛനെ വല്ലപ്പോഴും കുന്നിൻപുറത്ത് വെച്ച് കാണും. ഏട്ടൻ്റെ വർത്തമാനം മുഴുവൻ കൊച്ചച്ഛനെ പറ്റിയാണ്. അച്ഛൻ്റെ കൂടെ അവിടെ പോയതും ഇവിടെ പോയതും ഒക്കെയുള്ളൂ പറയാൻ. ദിവസവും വൈകുന്നേരം നടക്കാൻ പോക്കുണ്ട് രണ്ടുപേരും കൂടി. സന്ധ്യ ആകുമ്പോഴേ തിരിച്ചെത്തുകയുള്ളൂ. കുന്നും പാടവും കയറിയും ഇറങ്ങിയും അങ്ങനെ നടക്കും. മണ്ണിൽ വളർന്ന അപ്പേട്ടിന് എല്ലാം പുതുമയാണ്. ഒരു ദിവസം സ്കൂൾ നേരത്തെ വിട്ടു. എന്തോ കാരണം പറഞ്ഞ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. നട്ടുച്ച വെയിലത്ത് വീട്ടിലേക്ക് തിരിച്ചു. അങ്ങാടിയുടെ കവലയിൽ കൂട്ടുകാരൊക്കെ പിരിഞ്ഞു. അവളും അപ്പേട്ടനും മാത്രമായി. കാവിലെ നടക്കലായപ്പോൾ ഏട്ടൻ ചോദിച്ചു, മണി, എൻ്റെ വീട്ടിലേക്ക് വരുന്നുവോ? സമയമുണ്ടല്ലോ ഇന്ന്. അതൊരു നല്ല ബുദ്ധിയാണ്. നേരത്തെ വിട്ടു എന്ന് വീട്ടിലറിയില്ല. 4 മണിയാകുമ്പോൾ ചെന്നാൽ മതി. അതുവരെ അപ്പേട്ടൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവാം, അതൊന്ന് കാണാം. ചോറ് കൊണ്ടുപോയിരുന്നത് കൊണ്ട് ഉണ്ടിട്ടാണ് സ്കൂളിൽ നിന്ന് തിരിച്ചത്. അതുകൊണ്ട് വിശപ്പുമില്ല. അവൾ പോകാൻ നിശ്ചയിച്ചു. ഇടവഴിയിലായപ്പോൾ വീട്ടിൽ ആരും അറിയാതിരിക്കാൻ അവർ ശബ്ദമുണ്ടാക്കാതെ വേഗം നടന്നു. പള്ളിയാൽ കഴിഞ്ഞപ്പോഴേ സമാധാനമായുള്ളൂ. ഒരു ഒറ്റ കരിങ്കല്ലാണ് തോട്ടിൽ പാലമായിട്ടിരുന്നത്. അവിടെയും ഇവിടെയും കുറേശ്ശെ വെള്ളമേ ഉള്ളൂ തോട്ടിൽ. പാലം കടന്ന് തോട്ടുവരമ്പത്തൂടി കുറച്ച് നടക്കണം. താഴെ മുഴുവൻ പച്ചച്ച പാടമാണ്. ഞാറു മുളച്ച് കഷ്ടിച്ചൊരിച്ചാൻ പൊക്കമേ ആയിട്ടുള്ളൂ. കൊച്ചുകാറ്റിൽ ഇളനെല്ല് തലയാട്ടി ചിരിച്ചു. കുറേ ദൂരം വരെ പാടം മാത്രമാണ്. അടയ്ക്കാമണിയൻ പടർന്നു കിടക്കുന്ന വീതി കുറഞ്ഞ വരമ്പ് കൊണ്ട് അങ്ങിങ്ങ് വരഞ്ഞു മുറിച്ച് പരന്ന പച്ച വിരിപ്പ്. പാടം ചുറ്റുവളഞ്ഞാണ് തോട് പോകുന്നത്. അതിനപ്പുറം ദൂരെ റോഡാണ്. ശരിക്ക് കാണില്ല. തോട്ടുവക്കത്ത് ആറ്റുവഞ്ചി കാട്ടുപിടിച്ച് നിൽക്കുകയാണ്. അത് മാത്രമേ കാണുള്ളൂ. അവർ പാടം നെടുകെ കടന്ന് അപ്പുറത്തെ കയറ്റം കയറി. പൊക്കത്തിലാണ് അപ്പേട്ടൻ്റെ വീട്. പടിപ്പുരയില്ല. വിലങ്ങനെ കഴലാങ്കുറ്റി മാത്രം. ഉമ്മർത്താരുമില്ല. പുസ്തകം പൂമുഖത്ത് വെച്ച് അവർ അകത്തേക്ക് കടന്നു. അമ്മു ചെറിയമ്മ അകത്ത് പായിട്ട് കിടന്നുറക്കമാണ്. അപ്പേട്ടൻ വിളിച്ചുണർത്തി. അവർ കണ്ട ഉടനെ അവളെ കെട്ടിപ്പിടിച്ചു. ഈ വകയൊന്നും ശീലിച്ചിട്ടില്ലാത്ത അവൾക്ക് വല്ലായ്മയാണ് തോന്നിയത്. ഇന്നെങ്കിലും തോന്നിയില്ലോ അമ്മു, നിനക്കൊന്നിങ്ങോട്ട് വരാൻ. ഞങ്ങളിവിടെ താമസമായിട്ട് ഇപ്പം എത്ര മാസമായി? അവളൊന്നും മിണ്ടിയില്ല. വീട്ടിലറിയാതെയാണ് വന്നിരിക്കുന്നതെന്ന് പറയാതെ കഴിക്കണമെന്നുണ്ടായിരുന്നു. അവർ മകൻ്റെ നേർക്ക് തിരിഞ്ഞു. എന്താ അപ്പേ, ഇന്ന് സ്കൂളില്ലേ? എങ്ങനെ നേരത്തെ പോകുന്നത്? ഇന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് വിട്ടു. സ്കൂളിൽ നിന്ന് നേരെ പോവുക? വിശക്കണില്ലേ? ഞങ്ങളുണ്ടതാ അമ്മേ. എന്നാലും അവൾക്ക് വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? അമ്മ എടുത്തോളൂ, ഞങ്ങളിപ്പോൾ വരാം. മണി വരൂ. അവർ പുറത്തേക്ക് ഓടി. നിറച്ച് പൂവും ഉണ്ണിയുമായി ഒരു വലിയ മാവ് നിൽപ്പുണ്ട്. കിഴക്കേ പറമ്പിലേക്ക് കയറുന്നിടത്തായി. വീണ് കിടക്കുന്ന കണ്ണിമാങ്ങ കുറേ പെറുക്കി തിന്നുകൊണ്ട് അവൾ നടന്നു. ഒരു തൈപ്പുളി മുളച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഇലയും കുറേ ഊരി തിന്നു. കുറച്ചു മാറി വലിയൊരു കറുക നിൽപ്പുണ്ട്. അതിൻ്റെ ഇലയ്ക്ക് മധുരമാണ്. അപ്പുറം ഞെട്ടാഞ്ഞൊടിയൻ്റെ ഒരു കാട് തന്നെയുണ്ട്. കടലാസുരയ്ക്കകത്ത് മഞ്ഞമുത്തുകൾ. കണ്ണിൽ കണ്ടതെല്ലാം പറിച്ച് ചവച്ചുകൊണ്ട് അവർ നടന്നു. നേരെ വഴി അപ്പുറത്തുണ്ട്. അതിലേ പോകാതെ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടി അവർ കയറി. കുറേ പറമ്പ് കഴിഞ്ഞാൽ തോട്ടമായി. വാഴയും തെങ്ങിനും തേവുന്നത് കാളയെ കെട്ടിയാണ്. മനുഷ്യൻ ഏത്തം പിടിക്കുന്നതിന് പകരം കാള കയറ് വലിക്കുക. ഒരേ ചാലിൽ മുമ്പോട്ടും പിമ്പോട്ടും മുമ്പോട്ടും പിമ്പോട്ടും. എന്തൊരു ക്ഷമയാണതിന്! മനോരാജ്യം വിചാരിക്കുകയാണെന്നേ തോന്നും. വെള്ളം പിടിച്ചൊഴിക്കാൻ ചെറുമൻ ശങ്കരൻ കിണറ്റിൻകര നിൽപ്പുണ്ട്. അവളുടെ വീട്ടിലും പണിക്ക് വരുന്നത് അയാളാണ്. കൊച്ചുംപിടി എന്താ പോന്ന്? അയാൾ കുശലം ചോദിച്ചു. വെറുതെ വന്നതാണ്. അയാൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ചാല് വെട്ടിയിട്ടുള്ളതിൽ കൂടി വെള്ളം ഓരോ തെങ്ങിൻ കടയ്ക്കും വലം വെച്ച് തിരിച്ച് കടന്നു പോകുന്നത് അവൾ നോക്കി നിന്നു. കോരിനോട് എണിക്കാൻ പറയൂ ശങ്കര, ഇത്തിരി ഞങ്ങളിരിക്കട്ടെ.
കുറേ നേരം വെള്ളം നോക്കി നിന്ന് മതിയായപ്പോൾ അപ്പേട്ടൻ പറഞ്ഞു, കാളയുടെ കയറിന്മേൽ ഭാരം ഇരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. കോരു ഉടനെ എണീറ്റു. ശങ്കരൻ പണിക്ക് വരുമ്പോൾ കൂടെ വന്ന് അവൾക്ക് അവനെയും പരിചയമാണ്. കാല് നിലത്ത് മുട്ടാതെ പൊക്കി പിടിച്ച് രണ്ടുപേരും ഇരുന്നു. ആ കയറിന്മേൽ സവാരി വളരെ രസമായി തോന്നി. അമ്മു വിളിക്കാൻ ആളെ പറഞ്ഞയച്ചപ്പോഴാണ് അവർ എഴുന്നേറ്റത്. നേരം കുറേ കഴിഞ്ഞിരിക്കണം. ചെറിയമ്മ ചക്കച്ചുള വറുത്തതും കാപ്പിയും എടുത്തു വെച്ച് കാത്തിരിക്കുകയായിരുന്നു. കാപ്പി തണുത്തു തുടങ്ങിയെത്തുന്നപ്പോഴാണ് വിളിച്ചത്. അക്കുല ആദ്യമായി ചക്ക വറുത്തത് തിന്നുകയാണ്. കാപ്പി കുടിച്ച് ഉപ്പേരി വാരി കയ്യിലാക്കി അവൾ ഉമ്മറത്തേക്ക് ഓടി. പഠിക്ക ചെന്ന് നോക്കിയാൽ അങ്ങ് അറ്റം വരെ കാണാം. അവർ കടലാങ്കുറ്റിന്മേൽ കയറിയിരുന്നു. അപ്പേട്ടൻ അവളുടെ പുസ്തകങ്ങളും എടുത്തുകൊണ്ട് വന്ന് ദൂരെ വരമ്പത്ത് കൊച്ചച്ഛൻ വരുന്നത് കണ്ടു. അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അപ്പേട്ടൻ ഇറങ്ങി ഓടിച്ചെന്ന് കയ്യിൽ നിന്ന് കടലാസും കുടയും ഏറ്റുവാങ്ങി. കൊച്ചച്ഛൻ ഏട്ടൻ്റെ തോളത്ത് കൂടി കൈയിട്ടു. വീതി കുറഞ്ഞ വരമ്പത്ത് കൂടി രണ്ടാളും ചേർന്ന് നടന്ന് വരുന്നത് നോക്കി അവൾ അനങ്ങാതെ കടമ്പയിന്മേൽ തന്നെ ഇരുന്നു. ഉള്ളിലെവിടെയോ പെട്ടെന്നൊരു വേദന തോന്നി. ഉത്സാഹമെല്ലാം പോയി. അസൂയ. കൊച്ചച്ഛൻ അടുത്തെത്തി. അവളെ എടുത്തു പൊക്കി താഴെ നിർത്തി. മണി എപ്പോൾ വന്നു? കുറച്ച് നേരമായി. സ്കൂൾ നേരത്തെ വിട്ടു അല്ലേ? മണിക്ക് കാപ്പി കൊടുത്തില്ലേ? കൊച്ചച്ഛൻ അപ്പേട്ടൻ്റെ നേരെ തിരിഞ്ഞു. ഓഹോ, ഇവിടെ ഇരുന്ന് ഞങ്ങൾ ചക്ക വറുത്ത് തിന്നുമായിരുന്നു. എന്നിട്ട് എനിക്കൊന്നുമില്ലേ? അപ്പേട്ടൻ ട്രൗസറിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് തപ്പി. ഒരു ചെറിയ ചവണിച്ചുള കിട്ടി. കൊച്ചച്ഛൻ മേടിച്ച് വായിലിട്ടു. ഞാൻ പോണു, പെട്ടെന്ന് അവൾ പറഞ്ഞു. കൊച്ചച്ഛൻ കൈമേലെ വാച്ച് നോക്കി. മണി 5:30 കഴിഞ്ഞു, ഇനി താമസിക്കേണ്ട, ഇരുട്ടാവുന്നതിന് മുമ്പ് എത്തണ്ടേ? അവളുടെ മുഖം ചുവന്നു. ഇവിടെ നിൽക്കേണ്ട, പൊയ്ക്കുള്ളൂ എന്നല്ലേ കൊച്ചച്ഛൻ പറഞ്ഞത്? മണി തന്നെ പോകണ്ട, സന്ധ്യ ആവാറായി, ഞാൻ കൂടെ വരാം. കൊച്ചച്ഛൻ്റെ ഒച്ച പിന്നിന്ന് കേട്ടു. വേണ്ട, എനിക്ക് തുണയൊന്നും വേണ്ട, അവൾ നിൽക്കാതെ പറഞ്ഞു. വരട്ടെ? ഒരു കനമുള്ള കൈ ചുമലിൽ വന്നു വീണു. അവൾ നിന്നു. അപ്പം അകത്ത് പോയി ഞാൻ മണിയെ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ വരാമെന്ന് അമ്മയോട് പറയൂ. ഞാനും ഉണ്ടച്ചാ. ഏട്ടൻ ഉടനെ തുടങ്ങി. പോന്നോളൂ, കൂടെ അകത്ത് കൊണ്ടുവച്ച് അമ്മയോട് പറഞ്ഞ് ഓടി വന്നോളൂ, ഞങ്ങൾ നടക്കുകയാണ്. കൊച്ചച്ഛൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വരമ്പത്തേക്ക് ഇറങ്ങി. ഒന്നും സംസാരിച്ചില്ല. അവൾ മിണ്ടിയില്ല. വരമ്പിന് തീരെ വീതി കുറഞ്ഞെടുത്ത് വന്നപ്പോൾ അവളെ മുമ്പിലാക്കി പിന്നാലെ വന്നു. അപ്പോഴും കൈ തോളത്ത് നിന്ന് എടുത്തില്ല. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും അപ്പേട്ടൻ എത്തി. പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പേട്ടൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടി എന്തോ വിട്ടിത്തം പറഞ്ഞ കഥ കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവർ പള്ളിയാലിൽ ചെന്ന് കയറിയത്. കൊച്ചച്ഛൻ പടി വരെ കൊണ്ടാക്കി. അവൾ അകത്ത് കയറിയിട്ടേ പോയുള്ളൂ. പടിക്കൽ നിന്ന് ഇന്ന് ഈ പെണ്ണ് എവിടെ ആയിരുന്നു? അമ്മമ്മ കണ്ട ഉടൻ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല. അവർ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുണ്ട്. രാത്രി അവളും ഗോപും ഉണ്ണാനിരിക്കുമ്പോൾ അച്ഛൻ വന്നു. അന്ന് വിളിയും ചോദ്യം ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം വരെ ഒന്നും സംഭവിച്ചില്ല. അച്ഛൻ കാപ്പി കൂടി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. 6 മണിയോടെ തിരിച്ചു വന്നു. വന്ന ഉടനെ അവളെ വിളിച്ചു. ഇനി കേസ് വിസ്താരമാണ്. മണി ഇന്നലെ എപ്പോഴാണ് വന്നത്? 5:30. ചെറിയമ്മ പറഞ്ഞു കൊടുത്തതായിരിക്കും. ഇഷ്ടം. എപ്പോഴാണ് സ്കൂൾ വിട്ടത്? പറഞ്ഞു കൊടുത്തത് ചെറിയമ്മയല്ലെന്നുണ്ടോ? നേരത്തെ വിട്ടു എന്ന് അവരെങ്ങനെ അറിയാനാണ്? 1. എന്നിട്ട് എവിടെ പോയിരുന്നോ? അവളൊന്നും മിണ്ടിയില്ല. 1 മണിക്ക് സ്കൂൾ വിട്ടിട്ട് 5:30 മണി വരെ എവിടെയായിരുന്നു? അപ്പേട്ടൻ്റെ വീട്ടിൽ. പറയാതെ രക്ഷയില്ലല്ലോ. ഏതാണ് ഈ അപ്പേട്ടൻ? വിക്രമേട്ടൻ, കൊച്ചച്ഛൻ്റെ. ആഹാ, ഏട്ടനും കൊച്ചച്ഛനും ഒക്കെ ആയോ ഇത്ര വേഗം? ഇതൊക്കെ ആര് പഠിപ്പിച്ചു തന്നു? അവളൊന്നും പറഞ്ഞില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ വിട്ടാൽ അവിടെയും ഇവിടെയും നടക്കരുത്, നേരെ വീട്ടിലേക്ക് പോരണമെന്ന്? അതിനും സമാധാനമൊന്നും പറഞ്ഞില്ല. നേരെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? നിന്നെ അനുസരിപ്പിക്കാമെന്നോ? ഞാനൊന്ന് നോക്കട്ടെ. അദ്ദേഹം മേശവലിപ്പ് തുറന്ന് ഒരു വണ്ണം കുറഞ്ഞ ചൂരലെടുത്തു. അത് ഇത്രയും കാലം വലിപ്പിൽ കിടന്നിരുന്നോ? ഇതുവരെ കണ്ടിട്ടില്ല. കൈ നീട്ട. അവൾ വലത്ത് കൈ നീട്ടി. ആദ്യത്തെ അടി വീണപ്പോൾ നെഞ്ചിൻ്റെ പിടപ്പ് നിന്നു. 6ാമതും ആയി. തൊലി പൊട്ടി ചോര പൊടിച്ചു വന്നു. മറ്റേ കൈ. അവൾ ഇടത്ത് കൈ നീട്ടി. 1, 2, 3. കരയരുത്, കരയരുത്. 6 നിന്നു. അവൾ കരഞ്ഞില്ല. ഇനി നീ മറക്കില്ലായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ആ വീടിൻ്റെ പടിക്കകത്ത് നീ കയറിപ്പോയാൽ ഇതൊന്നുമല്ല പിന്നെ. അപ്പേട്ടനുമില്ല കുഞ്ഞേട്ടനുമില്ല നിനക്ക്. മനസ്സിലായോ? അവൾ പോയതിൻ്റെ പിന്നാലെ നീയും പോകുന്നത് എനിക്കിഷ്ടമല്ല. അവൾ അനങ്ങിയില്ല. പൊയ്ക്കോളൂ, നിൽക്കണ്ട. കാല് കിടന്ന് വിറയ്ക്കുകയാണ്. നടന്നാൽ വീണാലോ? അച്ഛൻ്റെ മുന്നിൽ വീഴുകയോ? 2 കൈയും തൂക്കിയിട്ട് അവൾ നടന്ന് പുറത്ത് കടന്നു. കടലാസ് പോലെ വെളുത്ത മുഖവുമായി ഗോപു ഇടനാഴി നിൽക്കുന്നുണ്ട്. അവൾ ഓടി നേരെ പറമ്പിലേക്ക്.
പിന്നാമ്പുറത്തെ പടി തുറന്നു കിടക്കുകയാണ്. ദൈവാധീനം. അവൾ കുന്നിൻപുറത്തേക്ക് കയറി. കൈ രണ്ടും നീട്ടിപ്പിടിച്ച് തുടുത്തു പൊട്ടിയ ഉള്ളൻ കൈയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ നിന്നു. എന്തു പുകച്ചിൽ! തുളച്ചു കയറുന്ന വേദന. എങ്കിലും മനസ്സിനൊരു കനക്കുറവാണ് തോന്നിയത്. അച്ഛൻ ആദ്യമായാണ് അവളെ വേദനിപ്പിക്കുന്നത്. ഉള്ളിലെവിടെയോ ഒരു ചങ്ങലേറ്റു. അന്ന് വീട്ടിൽ നടന്നതിനെപ്പറ്റി അവൾ ആരോടും പറഞ്ഞില്ല. പക്ഷേ എങ്ങനെയോ അപ്പേട്ടന് മനസ്സിലായി. അതിൽ പിന്നെ അവളെ കാത്ത് വേലിക്കെടുത്ത് നിൽക്കാറില്ല. കുറച്ചങ്ങോട്ട് മാറി മുകളിലേക്ക് കയറിയേ നിൽക്കുള്ളൂ. എന്നാലും അവൾ ചെല്ലുന്നതുവരെ കാക്കും. സ്കൂൾ പൂട്ടിയപ്പോൾ ഒന്നിച്ചുള്ള വരവും പോക്കും ഒക്കെ നിന്നു. വല്ലപ്പോഴും കാണുന്നത് കുന്നിൻപുറത്ത് വെച്ചാണ്. കൊച്ചച്ഛനും ഏട്ടനും കൂടി നടക്കാൻ വരുമ്പോൾ. അച്ഛൻ വീട്ടിലില്ലാത്ത ദിവസമാണെങ്കിൽ അവൾ പിന്നിലെ പടി കയറി ചെല്ലും. കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു നിന്നിട്ടേ അവർ പോവുള്ളൂ. സംസാരിച്ച് തിരിച്ചിറങ്ങി വരുമ്പോൾ ഒരു ദിവസം കുഞ്ഞിയമ്മ കണ്ടുകൊണ്ട് വന്നു. മണിക്കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ അവരോട് മിണ്ടരുതെന്ന്? പിന്നെ എന്തിനാ വേണ്ടാത്തതിന് പോണത്? അവർ ഉടനെ തുടങ്ങി. മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ല, കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോകരുതെന്നാ പറഞ്ഞത്. അതിന് കുഞ്ഞിയമ്മ ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞു. കുഞ്ഞിയമ്മേ, കൊച്ചച്ഛൻ എന്താ കാട്ടിയത്? അച്ഛൻ ഇത്ര ദേഷ്യം വരാൻ? എത്രയോ ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കാറുള്ളതാണത്. പറയണത് കേട്ടാ പോരെ, അതിൻ്റെ അപ്പുറം അറിയണത് എന്തിനാ? ഒന്ന് പറയൂ കുഞ്ഞിയമ്മേ. ഇതൊന്നും കുട്ടികൾ കേൾക്കേണ്ടതല്ല. സാരില്ല, പറയൂ. അങ്ങനെ ഒരു ശാഠ്യമുണ്ടോ? സമ്മതിക്കില്ല പറയാണ്ട്. ഓ, ഇനിയിപ്പോൾ അതറിയാഞ്ഞിട്ട് വേണ്ട, പറഞ്ഞു തരാം. അമ്മു ചെറിയമ്മയ്ക്ക് മണിക്കുട്ടിയുടെ അച്ഛൻ വേറൊരു സംബന്ധമാണ് നിശ്ചയിച്ചിരുന്നത്. ദിവസമൊക്കെ ഉറച്ച് കരക്കാരെ വിളിച്ച് പന്തൽ വരെ ഇട്ടു. സദ്യയ്ക്ക് വാർപ്പും ചെമ്പും ഒക്കെ കൊണ്ടുവന്നു. അപ്പോഴാണ് കുട്ടിശങ്കരൻ നായർ അവധിയെടുത്ത് ഓടി വന്ന് കല്യാണ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയത്. ആരോടും ഒരക്ഷരം മിണ്ടിയില്ല. എന്തൊരു ലഹളയായിരുന്നു അന്ന്. അവർ നിർത്തി. കുറച്ചു നേരം അവൾ കാത്തു. തുടരുന്ന ലക്ഷണമില്ല. അതെന്തിനാ കുഞ്ഞമ്മേ മിണ്ടാണ്ട് വിളിച്ചോണ്ട് പോയത്? മിണ്ടാണ്ടേ കൊണ്ടുപോയ എന്തിനാന്നോ? മിണ്ടിയാ പറ്റില്ല, അതന്നെ. അവരപ്പോഴേ ഉണർന്നുള്ളൂ. ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. കൊല്ലം എത്രയായി ഇപ്പോൾ? ഞാനിന്ന് എവിടെയും നിൽക്കാൻ പോയിരുന്നില്ല. അമ്മ ഉണ്ടായിരുന്നു അന്ന്. നോക്കാൻ ആൾ വേണ്ടേ? വാതായിട്ട് കിടപ്പ് തന്നെ ആയിരുന്നു. ഇട്ടിട്ട് പോവാൻ നിർത്തിയുണ്ടോ? ഓരോ ഇടത്ത് നെല്ല് കുത്തി കൊടുക്കും. അങ്ങനെ കഴിഞ്ഞിരുന്നേ. അമ്മുക്കുട്ടി അമ്മയുടെ വീട്ടിലും പോകാറുണ്ട്. സംബന്ധത്തിനെന്ന് പറഞ്ഞ് പുഴുങ്ങിയ നെല്ല് കുത്താനും കൂടെ കൂടി. തെക്കെവിടെയോ വലിയ പണക്കാരോ ആണ് സംബന്ധം ചെയ്യാൻ വെച്ചിരുന്നത്. അമ്മുക്കുട്ടി അമ്മ കരച്ചിലോട് കരച്ചിൽ തന്നെ. അവരും കുട്ടിശങ്കരൻ നായരും തമ്മിൽ മുമ്പേ ലോകിയായിരുന്നു. ഏട്ടൻ്റെ കൂട്ടുകാരനാണ്. ഇടയ്ക്കൊക്കെ വീട്ടിൽ ചെല്ലും. കണ്ടിഷ്ടായി. കുട്ടിശങ്കരൻ നായർ നേരത്തെ ചെന്ന് ചോദിച്ചതാണ്. അപ്പോൾ കൊടുത്തില്ല. സ്ഥിതി പോരാന്നും പറഞ്ഞ്. അപ്പോഴേക്കും അങ്ങോർക്ക് തപാലിൽ ജോലി കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെയാണ് മറ്റേ ആലോചന വന്നത്. നിലവും പേരയും ഒക്കെ ഉണ്ട്. വലിയ തറവാട്ടുകാർ. ഏട്ടൻ്റെ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയാനുള്ള തൻ്റെയുണ്ടോ അമ്മക്കുട്ടി അമ്മയ്ക്ക്? അവരൊന്നും മിണ്ടിയില്ല. കരഞ്ഞ് ചാവാൻ തുടങ്ങി. കുട്ടിശങ്കരൻ നായർ അറിഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് നിശ്ചയില്ല. അമ്മക്കുട്ടിയമ്മ തന്നെ എഴുതി വെച്ചൊന്നും രൂപമില്ല. അവരെ കൊണ്ട് അതിനൊക്കെ ആവുമോ എന്തോ. ഏതായാലും സംബന്ധം നിശ്ചയിച്ചതിന് 2-3 ദിവസം മുമ്പേ അങ്ങോട്ട് വന്നു. അമ്മുക്കുട്ടിയമ്മ ദിവസവും കാലത്ത് കുളിച്ചു തരാൻ പോവും കാവിൽ. അവർക്ക് സങ്കടം പറയാൻ അവിടെ അല്ലാണ്ട് ആരാ ഉണ്ടായിരുന്നത്? അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. ആകെപ്പാട് ഒരിടപ്പുറന്നവനുള്ളതിൻ്റെ മുഖത്ത് നോക്കാൻ പേടിയാണ്. കുട്ടിശങ്കരൻ നായർ വന്നതിൻ്റെ പിറ്റേ ദിവസവും കാലത്ത് അവർ തൊഴാൻ പോയി. തിരിച്ചു വന്നില്ല. പിന്നെ കുന്നിന്മേൽ കുട്ടിശങ്കരൻ നായർ കാത്തു നിന്നിരുന്നത്രേ. വിളിച്ചുകൊണ്ട് പോയി. ആ അമ്മയ്ക്ക് അങ്ങനെ പോകാൻ ധൈര്യം ഇവിടുന്നുണ്ടായി എന്ന് അറിഞ്ഞൂടെ. ഇതുപോലെ പാവത്തിനെ കാണാൻ കിട്ടില്ല. അങ്ങോരെ എടുത്തോണ്ട് ഒറ്റ പോവുമായിരിക്കും ചെയ്തത്. ഏതായാലും അന്ന് തന്നെ ഒരു വണ്ടി കയറി. 2-3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്നത്. അപ്പോഴേക്കും ഈ കുട്ടിയുണ്ട്. ഇതൊന്നും എന്നെ പറ്റിയിട്ടുള്ളൂ എന്നാ തോന്നണേ. ഏതായാലും അന്നത്തെ പിന്നെ ഏട്ടനും അനിയത്തിയും കൂടി മിണ്ടിയിട്ടേയില്ല. എന്നിട്ടും ഉള്ളത് പറയണമല്ലോ. എല്ലാം പങ്കുവെച്ച് കൊടുത്തു ഏട്ടൻ. അവരിങ്ങോട്ട് ചോദിക്കണതിന് മുമ്പേ തന്നെ. വേണ്ട വെച്ചാൽ കൊടുക്കാണ്ടിരിക്കാൻ ഒരു വിഷമവും ഇല്ലായിരുന്നു. ആ കുട്ടിശങ്കരൻ നായരെ കണക്ക് പറയാനൊന്നും വരണ കൂട്ടത്തിലല്ല. എന്നിട്ടും ഒരു നെല്ലിടയുടെ വ്യത്യാസം ഇല്ലാണ്ട് കൊടുത്തു. ഭാഗമൊക്കെ കഴിഞ്ഞ ഒരു ദിവസം അവർ കുട്ടിയും കൊണ്ട് വന്നു. കണ്ട ഭാവം വെച്ചില്ല. അവർ നിലവിളിച്ചുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. പിന്നെ ഏട്ടൻ്റെ നേരെ പോയിട്ടില്ല. ഏട്ടന് ദേഷ്യം വന്നതിനും പറയാനില്ല.
എന്ത് പോക്കണക്കേടാ വരുത്തി വെച്ചത്. ദൂരെ എവിടെയോ നിന്നൊക്കെ ബന്ധുക്കൾ ചിലർ സംബന്ധിച്ചിട്ട് പുറപ്പെട്ട് വരയോ കൂടി ചെയ്തു ഇത്രേ. അവർ പിന്നെയും മിണ്ടാതായി. കുഞ്ഞമ്മേ, ഇനിയിപ്പോൾ എന്താ? പറഞ്ഞു തന്നില്ല എന്ന് വേണ്ട. അവരോട് കളിക്കാൻ പോണ്ട. ഇനിയെങ്കിലും വെറുതെ ഇന്നാളത്തെ പോലെ ഒന്നും മിണ്ടാണ്ട് ഇരിക്കൂ കുഞ്ഞമ്മേ. അവൾ അവിടെ നിന്ന് ഓടി. അടുത്ത ശിക്ഷയെപ്പറ്റി പറയുന്നത് സഹിക്കാൻ വയ്യ. കുന്നിൻപുറത്തേക്കാണ് പിന്നെയും ചെന്നത്. കാവിലെ മതിൽക്കെട്ടിൻ്റെ അടുത്ത് എവിടെയോ ആയിരിക്കും കൊച്ചച്ഛൻ അന്ന് കാത്തു നിന്നിരുന്നത്. ചെറിയമ്മ തൊഴുത് മഞ്ഞപ്രസാദവും തൊട്ട് മടങ്ങി വരുമ്പോൾ പൂ പോലെ കോരിയെടുത്തുകൊണ്ട് പോയി കാണും. പ്രിയപ്പെട്ടവരെ, ഈ കഥ എത്ര രസകരമാണ് അല്ലേ? പ്രണയം അതെത്രമാത്രം ഭാവതീവ്രമായിട്ടാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ശങ്കരൻ നായരും അമ്മുവും തമ്മിലുള്ള പ്രണയം, അമ്മുവും ഏട്ടനുമായിട്ടുള്ള സഹോദര ബന്ധത്തിൻ്റെ ദാർഢ്യം എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. മണിക്കുട്ടി എന്ന ആ കുഞ്ഞുകുട്ടിയോട് കുഞ്ഞമ്മ പറയുന്ന കഥയിലൂടെ ഉരുത്തിരിയുന്ന ഓരോ രംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.